എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 188ാമത്തെ വീഡിയോ ആണ്. അതായത് ഈ ബുക്ക് റിവ്യൂ സംബന്ധിച്ച് 38ാമത്തെ വീഡിയോ ആണ്. ഓക്കെ, ഇതിൽ ഈ 11ാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് ഇടയിൽ അദ്ദേഹം ഈ ഹൗ ടു യൂസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ്, ഈ കൊടുക്കൽ വാങ്ങൽ വ്യവഹാരത്തിന് എങ്ങനെയാണ് നമ്മുടെ ഉപബോധ മനസ്സിനെ ഉപയോഗിക്കുന്നത് എന്ന് ഇടയിൽ കുറച്ചിട്ടിരുന്നല്ലോ. അപ്പോൾ അതിനെ തന്നെ എടുത്ത് നമ്മളൊരു വീഡിയോ ആക്കിയതുകൊണ്ട് ഇനി ബാക്കി 4 സംഭവങ്ങളുണ്ട് ഈ ചാപ്റ്ററിൽ. അത് 4ഉം കൂടെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതും എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ ഓരോരുത്തർ ഉപയോഗിച്ചെന്നുള്ളതിൻ്റെ എക്സാമ്പിൾസാണ് തരുന്നത്. ഇതിൽ ഒന്ന്, യൂസിങ് ദ സബ് കോൺഷ്യസ് മൈൻഡ് ഇൻ ബിസിനസ്. ബിസിനസ് എന്ന് വെച്ചാൽ ഏത് ബിസിനസ്സും ആകാം. മുറുക്കാങ്കട തൊട്ട് അങ്ങേ അറ്റത്തെ ചെയിൻ ഓഫ് സ്റ്റോഴ്സ്, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ പല 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 വലിയ വലിയ സ്റ്റോഴ്സ്, മോള്, ഏത് വേണമെങ്കിലും എതിൽ വേണമെങ്കിലും നമുക്കൊരു ബിസിനസ് ചെയ്യാം. നമ്മുടെ പേഴ്സിൻ്റെ തിക്നെസ് പോലെ ഇരിക്കും നമ്മൾ ആലോചിക്കുന്ന ബിസിനസ്സും അതിനകത്ത് ഇടുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശും, ഇല്ലയോ? പക്ഷേ ഇതെല്ലാത്തിനും ഒരേ വാക്കാണ് ബിസിനസ്, വ്യാപാരം. അപ്പം ഇതിൽ ഒരു നല്ല ഒരു എക്സാമ്പിൾ നമ്മുടെ ഡോക്ടർ മർഫി തരുന്നുണ്ട്. അതായത് ഒരു പ്രാവശ്യം ഡോക്ടർ മർഫി ഇങ്ങനെ ബിസിനസ്മെന് ഒരു സ്പീച്ച് കൊടുത്തു, ഒരു കോൺഫറൻസ് പോലെ നടത്തിയെന്ന് വെച്ചോണം. ഓക്കെ, ഇത് ഓൺലി ഫോർ ബിസിനസ്മെൻ. അങ്ങനെയൊക്കെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയും. ബിസിനസ്മെന്, സ്റ്റുഡൻസിന്, സ്കൂൾ സ്റ്റുഡൻസിന്, കോളേജ് സ്റ്റുഡൻസിന്, അങ്ങനെ വീട്ടമ്മമാർക്ക്, അങ്ങനെയൊക്കെ സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക്, അങ്ങനെയൊക്കെ പല രീതിയിലും ഉള്ള ആൾക്കാരെ നമ്മൾ സെഗ്മെൻറ്റായിട്ടിട്ട് അവർക്കൊക്കെ മീറ്റിംഗ് നടത്തുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ ഇദ്ദേഹം ഈ ഡോക്ടർ ജോസഫ് മർഫി ഈ ബിസിനസ് ആളുകളൊക്കെ ആയിട്ട് ഒരു കോൺഫറൻസ് നടത്തി. അതിൽ 2 കാര്യമാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്, അതാണ് പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ പവർ ഓഫ് ഇമാജിനേഷൻ. ആ ഉപബോധ മനസ്സിനെ പറയാൻ വേണ്ടി, അതായത് അതിൻ്റെ പവറിനെ നമുക്ക് ഉപയോഗിക്കാൻ, നമുക്ക് ഈ നമ്മുടെ കൽപ്പനാശക്തിയെ, പവർ ഓഫ് ഇമാജിനേഷനെ 2ഉം കൂടെ കമ്പൈൻ ചെയ്യുക. ഓക്കെ, അതാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ രത്നച്ചുരുക്കം. അപ്പം ഇതിൽ ഗോത്ത്, GOETH, ഗോത്ത് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ജർമ്മൻ പ്ലേ റൈറ്ററാണ്. ഈ കഥയും കവിതയൊക്കെ എഴുതുന്ന ആളാണ്, വളരെ ഫേമസ് ആണ്, ജർമ്മനിലുള്ള ആളായിരുന്നു. ഓക്കെ, അപ്പം അങ്ങേര് എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചു എന്നുള്ളത് ഈ ഡോക്ടർ മർഫി നമ്മുടെ ഈ ബിസിനസ്മെൻ്റെ കോൺഫറൻസിൽ എടുത്തു പറയുമായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തുവാ എടുത്തു പറഞ്ഞേ? അതായത് ഈ ഗോത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് പ്രയാസം വരുമ്പം അല്ലെങ്കിൽ ദുരവസ്ഥകൾ വരുമ്പം, അതായത് അതിൽ നിന്ന് വീണ്ടും വെളിയിൽ വരാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പം ഇദ്ദേഹം എന്തോ ചെയ്യുന്നു, ഇമാജിനറി കോൺവെർസേഷൻസ് എന്ന് വെച്ചാൽ 2 പേരുടെ ഇടയിലുള്ള സംഭാഷണം. 2 പേര് സംസാരിക്കുന്നു, ഒരാൾ ചോദ്യം ചോദിക്കുന്നു. ഇപ്പോഴൊക്കെ പോഡ്കാസ്റ്റ് എന്നൊക്കെ ഇടുന്നില്ലേ, അതുപോലെ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും, വീട്ടിലും നമ്മൾ 2 പേര് ഇരുന്ന് സംസാരിക്കത്തില്ലേ, നമ്മൾ പലതും ഡിസ്കസ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ വ്യൂസ്, അഭിപ്രായങ്ങൾ പറയും. അതാണ് കോൺവെർസേഷൻ. ഇമാജിനറി കോൺവെർസേഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ശരിക്കും അങ്ങനെ ഒരു സംഭാഷണം നടക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൽപ്പനയിൽ ആ കോൺവെർസേഷൻ നടക്കുന്ന പോലെ കാണുന്നു. മനക്കണ്ണുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ അത് ഇങ്ങനെ നടക്കുന്ന പോലെ കാണുന്നു. അപ്പോൾ ഈ ഗോത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അങ്ങേർക്ക് ഇങ്ങനെ പ്രയാസം വരുമ്പം അങ്ങേര് ഒരു കസേരയിൽ ഇരിക്കും. അങ്ങേരുടെ ഓപ്പോസിറ്റിൽ ഒരു കസേരയിട്ട് അതിൽ അങ്ങേരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കൊണ്ട് ഇരുത്തും വെച്ചാൽ കയ്യും പിടിച്ച് കൊണ്ട് ഇരുത്തുന്നതല്ല, എല്ലാം കൽപ്പനയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഓർക്കണം, ഇമാജിനറി കോൺവെർസേഷൻ ആണ്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കസേരയിടും, ഫ്രണ്ടിനെ കൊണ്ട് ഇരുത്തും, ഇദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളെല്ലാം ഓരോന്നായിട്ട് പറയും.
പറയുമ്പം അങ്ങേര് വിഷ്വലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഫ്രണ്ടല്ലയോ മുന്നേ വശത്തിരിക്കുന്നത്, ആ ഫ്രണ്ട് അങ്ങേർക്ക് എല്ലാ ആൻസറും പറഞ്ഞു കൊടുക്കും. ഇപ്പം എനിക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല, ട്രെയിൻ ടിക്കറ്റ് കിട്ടുന്നില്ല നാളത്തേക്ക്, അത്യാവശ്യം എനിക്ക് നാളെ പോയി തന്നെ ആവണം. അപ്പോൾ എന്ത് ചെയ്യാം, വേറെ എന്ത് വഴി? അപ്പം ഓപ്പോസിറ്റിലുള്ള ഫ്രണ്ട്, നിനക്ക് ബസ്സിൽ റെഡ് ബസ്സിൽ ബുക്ക് ചെയ്യാം, സുഖമായിട്ട് കിടന്നുകൊണ്ട് പോകാം, ഫുൾ സ്ലീപ്പർ കിട്ടും പറയും. അല്ല, എനിക്ക് ബസ് ഇഷ്ടമല്ല, അങ്ങനെ ട്രെയിൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഫ്രണ്ട് അടുത്തത് പറയും, നീ തത്കലിൽ ബുക്ക് ചെയ്യാം, അങ്ങനെ പറയും. അത് പറ്റില്ലെങ്കിൽ കറണ്ട് ബുക്കിംഗ് ചെയ്യാം. അങ്ങനെ ഓരോ പോസിബിലിറ്റീസും ഫ്രണ്ട് ഇങ്ങനെ പറയും. അങ്ങനെ ഇദ്ദേഹം കുറേ മനസ്സിലിങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് അത് ചെയ്യുമ്പോഴുണ്ടല്ലോ ഇപ്പം നമ്മൾ സാധാരണ സംസാരിക്കുമ്പോഴേ നമുക്കറിയാതെ നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയും, കൈയാട്ടുന്നു, തല ചൊറിയുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, നമ്മളറിയാണ്ട് കഴുത്തിലൊരു വേദന, അതെന്തോ ഇരുന്നില്ലേ ഞാൻ എൻ്റെ കഴുത്തിൻ്റെ വേദനയെ മാറ്റാം, അങ്ങനെയല്ലല്ലോ പറയുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് ഫോക്കസ് നമ്മുടെ സംസാരത്തിലാണ്, നമ്മുടെ സബ്ജക്റ്റ് മാറ്ററിലാണ്. ஆனால் ചിലപ്പോൾ നമ്മളെ അറിയാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും. ഓക്കെ, എവിടെ തല ചൊറിയുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ, ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതൊക്കെയാണ് ഈ ബോഡി ലാംഗ്വേജ്. അതുമാത്രമല്ല കൈയൊക്കെ കാണിക്കും, ദാറ്റ് ഈസ് ദ ബെസ്റ്റ്, വൈ, യെസ്, സക്സസ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ബോഡി ലാംഗ്വേജ്. അപ്പോൾ ഈ ബോഡി ലാംഗ്വേജോടുകൂടി ഫ്രണ്ട് ഇദ്ദേഹത്തിന് കുറേ പോസിബിലിറ്റീസ്, എന്തൊക്കെ നടക്കാം, വരും വരാഴികയെക്കുറിച്ചൊക്കെ ഐഡിയാസ് പറയുന്ന പോലെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും. ഓക്കെ, അത്രയ്ക്ക് സത്യത്തിലും നേരിട്ട് ഒരു ഫ്രണ്ട് ഇരുന്ന് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ അദ്ദേഹം മനസ്സിൻ്റെ ഉൾക്കണ്ണിൽ കാണും. അത് അങ്ങനെയാണ് ഇദ്ദേഹം വലിയ വലിയ പ്ലേ റൈറ്റൊക്കെ എഴുതി, വലിയ ഇതൊക്കെ പോയട്രി ഇതൊക്കെ എഴുതി ഫേമസ് ആയത് എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഡോക്ടർ ജോസഫ് മർഫി. അദ്ദേഹം നടത്തിയ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് മെന്നിൻ്റെ അടുത്ത് ഇതൊരു ടെക്നിക്കാണ് എന്ന് പറഞ്ഞു. അതിൽ ഈ ആളുകൾ കേട്ടയച്ച് അവരെയൊക്കെ കുറിപ്പെടുത്തുകൊണ്ട് പോകും, അതൊക്കെ വീട്ടിൽ ഫോളോ ചെയ്യും. അതിൽ ഒരാൾ ഈ ലെക്ചർ കേട്ടുകൊണ്ടിരുന്നത്, ഈ ബിസിനസ് മെന്നിൽ ഒരാൾ സ്റ്റോക്ക് ബ്രോക്കറായിരുന്നു. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സുണ്ട്. അവർ നമ്മളെ അഡ്വൈസ് ചെയ്യും, ഈ സമയത്ത് നിങ്ങൾ ഇത്രയും ഇത് വാങ്ങിയില്ലേ, അപ്പം നിങ്ങൾക്ക് ലാഭം കിട്ടും, ഇപ്പം വാങ്ങിക്കരുത്. ഇത് ഒരു വലിയ ഒരു ബിസിനസ്സാണ്. അപ്പം ഈ സ്റ്റോക്ക് ബ്രോക്കർ സ്വയം ചെയ്യാനല്ല, അങ്ങേരെ ഒരു ബ്രോക്കറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ബ്രോക്കർ എന്ന് വെച്ചാൽ എന്തുവാ? അങ്ങേരുടെ അടുത്ത് കുറേ ആൾക്കാർ വരും, അവരവരുടെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അവരവർക്ക് ഏറ്റ പോലെ ഇങ്ങേരെ അഡ്വൈസ് കൊടുക്കും. അഡ്വൈസ് കൊടുക്കുമ്പം ക്ലിക്കായി നല്ല പൈസ കിട്ടിയാൽ അവർ വീണ്ടും ഇയാളുടെ അടുത്ത് വരും. അതാണ് ഇയാളുടെ ബിസിനസ്. ഓക്കെ, സ്റ്റോക്ക് ബ്രോക്കറുടെ ബിസിനസ് അതാണ്. അപ്പം ഈ ഡോക്ടർ ജോസഫ് മർഫിയുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന ഈ സ്റ്റോക്ക് ബ്രോക്കർ എന്തോ ചെയ്തു, എനിക്ക് പിടികിട്ടി, ഞാനിനി ഈ മെത്തേഡാണ് ഫോളോ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് അങ്ങേര് ഇങ്ങനെ ഉൾക്കണ്ണിൽ മനക്കണ്ണിൽ കാണാൻ തുടങ്ങി. എന്ത് കാണാൻ തുടങ്ങി? അങ്ങേർക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മൾട്ടി മില്യനറാണ്. മൾട്ടി മില്യനർ എന്ന് വെച്ചാൽ കോടികളുടെ ഉടമ. ഓക്കെ, അദ്ദേഹത്തിനെ മുൻവശത്തിരുത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങേര് സംസാരിക്കുന്ന പോലെയും അദ്ദേഹം ഇയാളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന പോലെയും. കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കൊള്ളാമല്ലോ, നല്ലപോലെ നീ നിൻ്റെ ക്ലയൻസിനെ നീ അഡ്വൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്കൊക്കെ ഹാപ്പിയാണ്, അവരെല്ലാം ഒരുപാട് പണം സമ്പാദിക്കുന്നു, നിൻ്റെ അഡ്വൈസ് കൊണ്ടാണ് അവരൊക്കെ ഇത്രയും പണം സമ്പാദിക്കാൻ പറ്റുന്നത്. ഓക്കെ, നീ കൊള്ളാമല്ലോടാ എന്ന് ഇങ്ങേര്, അതായത് ഈ മൾട്ടി മില്യനർ ഫ്രണ്ട് ഈ സ്റ്റോക്ക് ബ്രോക്കറുടെ അടുത്ത് പറയുന്ന പോലെ വിഷ്വലൈസ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ അങ്ങേർക്ക്
കറക്റ്റ് സ്റ്റോക്ക് എപ്പം വാങ്ങിക്കണം, എത്ര വാങ്ങിക്കണം, എത്ര വാങ്ങിക്കണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങേർക്ക് കൂടുതൽ പിടികിട്ടുന്നു. ഇങ്ങേരുടെ ക്ലയൻസിന് പറയുന്നു, ക്ലയൻസിന് കാശ് കൂടുന്നു, അപ്പോൾ ഇങ്ങേരുടെ ബിസിനസ്സും കൂടുന്നു. അപ്പം ഇതിലെന്തുവാന്ന് വെച്ചാൽ ഇമാജിനറി കോൺവെർസേഷൻ, സംഭാഷണ ഡയറക്റ്റായിട്ട് സ്റ്റോക്ക് ബ്രോക്കറിനും ഈ മൾട്ടി മില്യണർ ഫ്രണ്ടിനും ഇടയിൽ നടക്കുന്നില്ല. പക്ഷേ നടക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മനക്കണ്ണിൽ കാണുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇതിന് പേര് കൺട്രോൾഡ് ഇമാജിനേഷൻ. കൺട്രോൾഡ് ഇമാജിനേഷൻ എന്ന് വെച്ചാൽ ഈ കാട് കയറിയ രീതിയിൽ പലതും ചിന്തിക്കാതെ ഒരു ഫ്രണ്ടിനെ മുൻവശത്തിരുത്തുന്നു. ആ ഫ്രണ്ട് അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുതുകത്ത് തട്ടി കൊടുക്കത്തില്ലേ, കൊള്ളാം, വെരി ഗുഡ്, കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറയത്തില്ലേ, അതുപോലെ അദ്ദേഹം ഇങ്ങനെ പുകഴ്ത്തി പറയുന്നു. അങ്ങനെ കാണും. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ അങ്ങേർക്കെല്ലാം ചെയ്യാൻ പറ്റി, നല്ല ബിസിനസ് മുന്നോട്ട് പോയി. അപ്പം ഇതാണ് ഈ ഗോത്ത് എന്ന് പറഞ്ഞ ജർമ്മൻ പ്ലേ റൈറ്റിൻ്റെ മെത്തേഡ്. അതിനെ ഉപയോഗിച്ച് ഒരാൾ സക്സസ് ആയി എന്നുള്ളത് മർഫി ഇവിടെ എഴുതിയിരിക്കുന്നു. എത്രയോ പേര് ആ മെത്തേഡ് ഫോളോ ചെയ്ത് സക്സസ് ആയി കാണും. ഇപ്പം നമ്മളുടെ ഇടയിലും ഈ എൻ്റെ വീഡിയോ കേൾക്കുന്നതിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ ബ്രോക്കറായിട്ട് പണിയെടുക്കും, ചിലർ സ്വയമായിട്ട് അവരവരുടെ ലെവലിൽ മാത്രം ഇങ്ങനെ ഇട്ടിട്ട് നോക്കും. അതിനിപ്പോൾ ഒരുപാട് കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ. ഓക്കെ, എന്നുവെച്ചാൽ അത് ചിലർക്ക് ജന്മനാ വരുന്ന ഒരു വാസനയാണത്. ചിലർക്കൊക്കെ പഠിച്ച് എടുക്കാൻ പറ്റും, ചിലർക്ക് എത്ര പറഞ്ഞു കൊണ്ടാൽ തലയിൽ കയറത്തില്ല. ചിലർക്ക് ആ ഭാഗത്ത് പോവുകയില്ല. എന്നുവെച്ചാൽ എപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്താലും അവർക്ക് നഷ്ടമാണ്, അതിനകത്തൊന്നും പണം എടുക്കാൻ പറ്റിയിട്ടേ ഇല്ല. അങ്ങനെയൊക്കെ പലതരപ്പെട്ട ആൾക്കാർ ബിസിനസ്മെൻ ചെയ്യുന്നു. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ, ഒരു 16 വയസ്സ് പയ്യൻ. അവൻ ഈ ഫെയിലിയറിനെ എങ്ങനെ സക്സസ് ആക്കി. അതായത് ഒരു 16 വയസ്സ് സ്കൂൾ ഗോയിങ് ബോയ്. അവൻ ഡോക്ടർ മർഫിയെ വന്ന് കാണുന്നു. അവൻ പറയുന്നു, എനിക്ക് ഈ നല്ല മാർക്കേ ഇല്ല, പുവർ ഗ്രേഡ്സാണ് എനിക്ക് കിട്ടുന്നത്. അതിന് കാരണം എനിക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് തലയിൽ കയറുന്നില്ല. അതുമാത്രമല്ല, എനിക്ക് പഠിച്ചാലും തലയിൽ നിൽക്കുന്നില്ല, എനിക്ക് മെമ്മറി ഇല്ല, അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല, മെമ്മറി ഇല്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ടീച്ചേഴ്സിൻ്റെ അടുത്തും എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ അടുത്തുമൊക്കെ വഴക്ക് വാങ്ങിക്കുവാണ്. എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ എന്നെ ഊയിയാക്കുന്നു, കളിയാക്കുന്നു. എനിക്കപ്പം വളരെ മനപ്രയാസമുണ്ട്. എൻ്റെ ടീച്ചേഴ്സും എന്നെ കണ്ടമാനം വഴക്ക് പറയുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കൊരു വഴി പറയണം എന്ന് പറഞ്ഞ് ഡോക്ടർ മർഫിയുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പം ഡോക്ടർ മർഫി പറഞ്ഞു കൊടുത്തു, ഇതെല്ലാം എന്താ ഉപബോധ മനസ്സിൻ്റെ ജോലി, അതിൻ്റെ പവറ്, പിന്നെ അത് എപ്പോഴാണ് അതിനെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്, എങ്ങനെ ഉള്ളതെല്ലാം ഡീറ്റെയിലായി പറയുന്നു. ഇവനും അതിനെ കയറി പിടിച്ചു. അപ്പം ഇവൻ എന്തു പറയുന്നു, അതേപോലെ രാത്രി ഉറങ്ങാൻ നേരത്ത് മുമ്പും ഉണർന്ന ഉടനെയും രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എണീക്കുമ്പോഴും ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്തുവാ, ഐ റിയലൈസ്, അതായത് എൻ്റെ ഉപബോധ മനസ്സിന് നല്ല മെമ്മറിയാണ്. അപ്പം എൻ്റെ ടീച്ചേഴ്സ് പറയുന്നതും അവർ പഠിപ്പിച്ചു തരുന്നതും ഞാൻ വീട്ടിൽ പോയി പഠിക്കുന്നതുമൊക്കെ നല്ല പോലെ എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ആ മെമ്മറി പവറിൽ ഞാൻ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പം എനിക്ക് നല്ല പെർഫെക്റ്റ് മെമ്മറി ആയിട്ട് വരുന്നു. എനിക്ക് അതായത് എൻ്റെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഞാൻ ടീച്ചേഴ്സ് പറയുന്നത് മനസ്സിലാക്കുന്നു, ഞാനായിട്ട് വീട്ടിൽ വന്ന് പഠിക്കുന്നു. ഇതെല്ലാം എൻ്റെ ഓർമ്മശക്തി ഇപ്പം വർദ്ധിപ്പിക്കാൻ തുടങ്ങിയപ്പം തൊട്ട് എനിക്കെല്ലാം ക്ലിയറായിട്ടും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ പരീക്ഷയിൽ എന്തൊക്കെ വേണമെന്ന് തോന്നുന്നു, അതാ ചോദ്യത്തിന് ഉത്തരം എഴുതണ്ടേ. അപ്പോൾ ചോദ്യത്തിന് ഏറ്റ പോലെ ഉത്തരങ്ങൾ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സിൽ നിന്ന്, അതായത് ഉപബോധ മനസ്സിൽ നിന്ന് ആൻസർ വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാത്തിലും അവൻ അങ്ങനെ ചെയ്ത് എ ഗ്രേഡ് വാങ്ങിക്കാൻ തുടങ്ങി.
അപ്പോഴത്തേക്ക് ക്ലാസ്മേറ്റ്സൊക്കെ അവനെ പുകഴ്ത്താൻ തുടങ്ങി. ടീച്ചേഴ്സിനെല്ലാം അവൻ പെറ്റായി, നല്ല എല്ലാ ടീച്ചേഴ്സിനെയും ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചായി. ഇപ്പോൾ എല്ലാത്തിലും എ ഗ്രേഡ് മാത്രമേ ഉള്ളൂ അവന്. അപ്പം ഇതൊരു ടെക്നിക്കാണ്. ഇപ്പം ഈ ടെക്നിക്ക്, ടീച്ചറെ ഞാനൊരു വീട്ടമ്മയാണ്, എനിക്ക് വയസ്സ് 50ആയി, ഞാനേതോ ആത്മീയത്തിൽ വന്നേ ഉള്ളൂ, ഇതൊക്കെ അതുകൊണ്ടാണ് ടീച്ചറുടെ വീഡിയോ കാണുന്നത്, എനിക്കിപ്പോൾ എ ഗ്രേഡ് എവിടെ പോയി വാങ്ങിക്കാനാ? അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടിൽ തന്നെ മക്കൾ പഠിച്ച് തീർന്നിരുന്നെങ്കിൽ നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് ഉപയോഗിക്കാം ഈ ടെക്നിക്ക്. ഓക്കെ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാം. സോ നമ്മൾ ഏത് കേട്ടാലും വായിച്ചാലും നമുക്ക് മാത്രമായിട്ട് മനസ്സിനകത്ത് പൂട്ടി വയ്ക്കേണ്ട സംഗതികളല്ല ഇതൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മൾ ഒരാളിന് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് ആ കുട്ടി നല്ല മാർക്ക് വാങ്ങിച്ച് ആ കുട്ടിയുടെ ഭാവി നന്നായി തെളിഞ്ഞു വന്നാൽ അതിൻ്റെ പുണ്യം നമുക്കും ഉണ്ട്. ഓക്കെ, നല്ല കാര്യങ്ങൾ ചെയ്ത് വേണം നമ്മളുടെ പുണ്യങ്ങളെ കൂട്ടാനും നമ്മളുടെ നെഗറ്റീവ് കർമാസിനെ ക്യാൻസൽ ചെയ്യാനും പറ്റുന്നത്. അതുകൊണ്ട് കൂടുതൽ അറിവ് പകരുക, നമുക്കറിയാവുന്നത് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഈ ചൂഷണം ചെയ്യുക, അതായത് ഞാൻ പറഞ്ഞു കൊടുത്താൽ അവൻ എന്നെക്കാട്ടിലും നല്ലവനാകും, വേണ്ട ഇതൊന്നും പറഞ്ഞു കൊടുക്കല്ലേ, വേണ്ട അറിഞ്ഞാലും മിണ്ടരുത്, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ നമ്മളുടെ ഓരോ ചിന്തയും പ്രപഞ്ചത്തിൽ പെട്ട് തെറിച്ച് തിരിച്ച് നമ്മളുടെ അടുത്ത് തന്നെ വരും. അപ്പം നമ്മൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് വരത്തുള്ളൂ. ഓക്കെ, അതുമാത്രമല്ല, ഇവനെ നേരത്തെ അവൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ ഊയാക്കിയില്ലയോ, ടീച്ചേഴ്സൊക്കെ വഴക്ക് പറഞ്ഞില്ലയോ, അപ്പോൾ അവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് വേണ്ടി സെൽഫിഷായിട്ട് പ്രാർത്ഥിക്കുന്നത് ഒരു വിധം, അതിനേക്കാട്ടിലും ബെറ്ററാണ് നമുക്കും പ്രാർത്ഥിക്കുക, മറ്റവർക്കും പ്രാർത്ഥിക്കുക. ഇതെല്ലാം നമ്മളുടെ ഇൻറ്റൻഷൻ, നമ്മളുടെ ഉദ്ദേശം എന്തുവാ, ഉദ്ദേശശുദ്ധി എത്ര ഉണ്ട് എന്നാണ് നമ്മുടെ പ്രപഞ്ചം നമ്മളെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പം ഇവനെന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, ഇതണ്ട I have a perfect memory and the infinite intelligence of my subconscious mind constantly reveals to me everything I need to know at all my examinations. So എൻ്റെ ഉപബോധ മനസ്സ് ഓരോ പരീക്ഷയിലും ഞാൻ എന്തൊക്കെ അറിയണം, എന്തൊക്കെ ഓർക്കണം, എന്തൊക്കെ എഴുതണം എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് കൃത്യം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ഓറൽ ടെസ്റ്റാണെങ്കിലും ശരി, റിട്ടൺ ടെസ്റ്റാണെങ്കിലും ശരി. അതൊന്ന്. പിന്നെ അടുത്തത് നോക്കിയേ, ഐ റേഡിയേറ്റ് ലവ്. അപ്പം നേരത്തെ ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സും ഒക്കെ വഴക്ക് പറഞ്ഞ് കളിയാക്കിയൊക്കെ ചെയ്യുമ്പോൾ ഇവന് വെറുപ്പാണ്, അവരുടെ പുറത്ത് ദേഷ്യമാണ്, അവരുടെ അടുത്തു നിന്നൊക്കെ മാറി നിൽക്കാൻ തോന്നി. ഇപ്പം അങ്ങനെയല്ല, അവർക്ക് വേണ്ടിയും ഇവൻ പ്രാർത്ഥിക്കുന്നു. ഐ റേഡിയേറ്റ് ലവ് ആൻഡ് ഗുഡ് വിൽ. ഗുഡ് വിൽ എന്ന് വെച്ചാൽ നല്ലത് നേരുന്നു. ഓക്കെ, ഗുഡ് വിൽ ടു ഓൾ മൈ ടീച്ചേഴ്സ് ആൻഡ് ഫെലോ സ്റ്റുഡൻസ്. I sincerely wish for them success and all good things. സോ നമുക്ക് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, മറ്റവർക്ക് വേണ്ടിയും നമ്മളെ ചുറ്റിയുള്ളവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക. ഓക്കെ, നമുക്കും നമ്മുടെ സന്നദ്ധികൾക്കും നമ്മളുടെ കുടുംബ അംഗങ്ങൾക്കും നമ്മളെ ചുറ്റിയുള്ള ബന്ധുമിത്രാദികൾ എല്ലാവർക്കും ലോകാസ്തമസ്ത സുഖിനോഭവന്തു എന്ന് പ്രാർത്ഥനയിൽ എപ്പോഴും ചേർക്കണം. ഓക്കെ, അപ്പം അത് വളരെയധികം എളുപ്പം പ്രപഞ്ചത്തിൽ ചെന്ന് പെട്ട് അത് തിരിച്ചടിച്ച് നമുക്ക് വരും. അപ്പം നല്ലത് തിരിച്ചടിക്കുമ്പോൾ പല മടങ്ങ് നമുക്ക് നല്ലതേ വരത്തുള്ളൂ. ഓക്കെ, സോ ഇതൊരു ടെക്നിക്കാണ്. ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നുവെച്ചാൽ എൻ്റെ വീഡിയോ നോട്ട് ഫോർ കിഡ്സ് എന്നാണ് ഞാൻ ഇടുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പറയുന്നതെല്ലാം കുറച്ച് കട്ടിയുള്ള സംഗതികളാണ്, വലിയവർക്ക് മുതിർന്നവർക്ക് വേണ്ടിയ ടോപ്പിക്സാണ്. പക്ഷേ ഇത് മുതിർന്നവർ കേട്ട് മനസ്സിലാക്കി കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. വേറൊന്നുമല്ല, ഈ സബ് കോൺഷ്യസ് മൈൻഡൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പം എല്ലാ വീഡിയോസും എൻ്റെ വീട്ടിൽ കേൾക്കുന്ന ഒരേ ഒരാൾ എൻ്റെ കൊച്ചുമോളാണ്. ഞാൻ വീഡിയോ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ വന്നിരിക്കുക അടുത്ത്. ഞാൻ പറയും ചുമ്മാ ഇരിക്കരുതില്ലെന്ന്. അപ്പം ഡ്രോയിങ് ചെയ്യാമോ എന്ന് പറഞ്ഞ് കുറേ ഡ്രോയിങ്ങും കളർ പെൻസിലും ഒക്കെ കൊണ്ടുവന്നിട്ട് അവൾ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കും. കാത് മൊത്തം ഇവിടെ ആയിരിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം അവൾക്ക് കാലിലെങ്ങാണ്ട് ഒരു മുറിവ് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ മുറിവിനെ ഉണക്കാൻ നീ എന്ത് ചെയ്യണം? തുപ്പൽ തൊട്ട് വയ്ക്കണം.
കറക്റ്റ്, അത് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. കുറച്ച് തുപ്പൽ തൊട്ട് വെക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അടുത്ത് പറയണം, ഇത് എത്ര വേഗം ഒക്കുമോ അത്രയും വേഗം കരിച്ച് തരണേന്ന്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പം നമ്മൾ കേട്ട് മനസ്സിലാക്കി 4 പേർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സോ ഇത് രണ്ടാമത്തെ ഉദാഹരണം. ഇനി 2 ഉദാഹരണം കൂടെ ഉണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഹൗ ഷീ സക്സീഡഡ് ഇൻ ഗെറ്റിംഗ് വാട്ട് ഷീ വാണ്ടഡ്. അതായത് ഒരു സ്ത്രീക്ക് ഒരു സാധനം വേണ്ടിയിരുന്നു, അത് അവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. അതായത് ഒരു സ്ത്രീ, യങ് ലേഡി, എപ്പോഴുമേ ഇദ്ദേഹത്തിൻ്റെ ലെക്ചേഴ്സ് എല്ലാം കേൾക്കാനായിട്ട് വരും. അവർ വരുമ്പം അവരുടെ വീട് വളരെ ഇൻറ്റീരിയറിലാണ്, ഉള്ളിലോട്ടാണ്. അപ്പം ഏകദേശം 1-1.5 മണിക്കൂർ ട്രാവൽ ചെയ്താണ് അവർ ഓരോ മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തോന്നി ഇവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അവർക്ക് അതിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ 1.5 മണിക്കൂറൊക്കെ ഈ ബസ്സിൽ കയറി ഇറങ്ങി ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണം. നമുക്കൊരു കാറുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്ന് വെച്ചാൽ ഫോറിൻ കൺട്രീസിലൊക്കെ എല്ലാവർക്കും ഒരു കാറുണ്ട്. അവരവരുടെ കാർ എടുത്തുകൊണ്ട് രാവിലെ ആകുമ്പോൾ ജോലിക്ക് പോകും. എവിടെ പോകണമെങ്കിലും അവരാരെയും കാത്തു നിൽക്കത്തില്ല. അപ്പോൾ ഇൻഡിപെൻഡൻ്റാണ്. അപ്പോൾ ഈ സ്ത്രീ വിചാരിച്ചു എനിക്കൊരു കാറുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അപ്പം ഇവർ കേൾക്കുന്നതൊക്കെ എന്തുവാ, ഡോക്ടർ ജോസഫ് മർഫിയുടെ ഐഡിയാസാണ്. ഓക്കെ, അപ്പം അദ്ദേഹം ഡോക്ടർ മർഫി പറഞ്ഞത് ഒരാളിന് ഒരു കാർ ആവശ്യമുണ്ടായിരുന്നു. അത് ആ കാറിനെ ഈ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് പറഞ്ഞ് വാങ്ങിച്ചു എന്നുള്ള കാര്യം ഈ മീറ്റിങ്ങിൽ പറയുന്നു. അത് ഈ സ്ത്രീ കേൾക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ വീട്ടിൽ പോയ ഉടനെ ഇതിനെ പരീക്ഷിച്ച് നോക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അവർ ഈ ആപ്ലിക്കേഷൻ മെത്തേഡ് പറഞ്ഞു ചെയ്തുകൊണ്ടിരുന്നു. ചെയ്തിട്ട് അവരെന്തോ പറഞ്ഞ് എനിക്കൊരു നല്ല ഒരു കാഡിലാക്ക് കാർ വേണം, ഹോണ്ട സിറ്റി, സുസുക്കി, i10, i20, ഇന്നോവ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ എനിക്ക് ഒരു കാഡിലാക്ക് കാറുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നേനെ. ആ കാറിൽ എനിക്ക് ഓട്ടിച്ചുകൊണ്ട് പോകാം, എളുപ്പം അവിടെ പോയി എത്താം, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം, മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് സമയത്തിന് എനിക്ക് വീട്ടിൽ എത്താം, എനിക്കൊരു കാറുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഇവർ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഇവർക്കൊരു കാറ് കിട്ടി. കാറ് കിട്ടിയെന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സ്ത്രീയുടെ അമ്മാവൻ മരിച്ചു. അപ്പോൾ അമ്മാവൻ്റെ കാറ്, ഇതേ കാഡിലാക്ക് കാർ, അവർ എന്ത് കാറ് മനസ്സിൽ കണ്ടോ ആ കാർ, അതേ കാറ് അവരുടെ അമ്മാവൻ്റെ കാറ് ഇവർക്ക് എഴുതി വെച്ചു. അതുമാത്രമല്ല അങ്ങേരുടെ മൊത്തം എൻറ്റയർ എസ്റ്റേറ്റും ഇവരുടെ പേരിൽ എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. അങ്ങനെ ഇവർക്ക് കാറ് കിട്ടി. അപ്പോൾ അത് തൊട്ട് ഇവർ ആ കാറിലാണ് ഡോക്ടർ മർഫിയുടെ ലെക്ചേഴ്സ് കേൾക്കാൻ പോകുന്നത്. അത് എങ്ങനെ ഇദ്ദേഹത്തിന് അറിഞ്ഞു എന്ന് വെച്ചാൽ അവരൊരു കത്തെഴുതി. ആ കത്താണ് അവരുടെ പെർമിഷനോട് കൂടി ഇതിനകത്ത് തന്നിരിക്കുന്നത്. എന്തുവാ, ഡിയർ ഡോക്ടർ മർഫി, ലെറ്റർ എഴുതുക, കത്തെഴുതുക ഈ സ്ത്രീ. ഡിയർ ഡോക്ടർ മർഫി, ദിസ് ഈസ് ഹൗ ഐ റിസീവ്ഡ് എ കാഡിലാക്ക് കാർ. ഐ വാണ്ടഡ് ടു കം ടു ദ ലെക്ചേഴ്സ് റെഗുലർലി. സോ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. എങ്ങനെ കിട്ടി? ഞാൻ നിങ്ങളുടെ ലെക്ചേഴ്സിൽ കേട്ടതുപോലെ ഞാൻ എൻ്റെ കൽപ്പനാശക്തി ഉപയോഗിച്ച് എങ്ങനത്തെ കാർ വേണം, എങ്ങനെയാണ് ഞാൻ അതിനകത്ത് കയറിയിരിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത്, എത്ര ഹാപ്പി ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്, എങ്ങനെ നിങ്ങളുടെ സ്ഥലത്ത് എത്തുന്നത്, നിങ്ങളുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് എത്തുന്നതും, ഞാൻ വരുന്നു, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, തിരിച്ച് കാറിൽ കയറിയിരിക്കുന്നു, ഹാപ്പിയായിട്ട് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ സമയത്തിന് പോകുന്നു എന്നുള്ള കാര്യം ഇവർ വീണ്ടും വീണ്ടും വീണ്ടും. അതുമാത്രമല്ല ഷോറൂമിൽ ആ കാറ് വാങ്ങിക്കാൻ വേണ്ടി ഇവരൊരു ആ ഷോറൂം കാർ കമ്പനിയുടെ ഷോറൂമിൽ പോന്നു. അയാൾ സെയിൽസ്മാൻ വന്ന് ഇവരെ ആ കാറിലിരുത്തി കൊണ്ടുപോകുന്നു. അതുമാത്രമല്ല കുറേ കഴിഞ്ഞ് ഇവരും ആ കാറിൽ ഡ്രൈവർ സീറ്റിൽ ഇരുന്നുകൊണ്ട് കുറേ ദൂരം ഓട്ടിച്ചുകൊണ്ട് പോയി. അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് നടക്കുന്ന കാര്യം അങ്ങനെ വിഷ്വലൈസ് ചെയ്തു. അങ്ങനെയാണ് ഒരു കാർ ഇവർക്ക് കിട്ടിയത്. അപ്പം മൈ അങ്കിൾ
പാസ്ഡ് അവേ. അപ്പോൾ എൻ്റെ അമ്മാവൻ മരിച്ചുപോയി. ആൻഡ് ഹി ലെഫ്റ്റ് മീ ഹിസ് കാഡിലാക്ക് ആൻഡ് ഹിസ് എൻറ്റയർ എസ്റ്റേറ്റ്. അദ്ദേഹത്തിന് സ്വന്തമായ സ്വത്തുക്കൾ അത്രയും എൻ്റെ പേരിൽ എഴുതി വെച്ചു. ആ കാറും എനിക്ക് എഴുതി വെച്ചിട്ട് എൻ്റെ അമ്മാവൻ മരിച്ചു. അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നത് ഈ കാറിലാണ് എന്ന് ഈ സ്ത്രീ ഡോക്ടർ മർഫിക്കൊരു കത്തെഴുതിയതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതൊന്ന്. പിന്നെ ഈ ബിസിനസ്മാൻ ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്? ഒരുപാട് ബിസിനസ്മെന് സക്സസ് ആവുന്നതിൻ്റെ കാരണം അവർക്ക് ഈ ഉപബോധ മനസ്സിൻ്റെ പവർ മനസ്സിലായിട്ടുണ്ട്. അതുമാത്രമല്ല, അവർ പറയുന്ന ഒരേ ഒരു വാക്ക് എന്തുവാണോ, ഈ ബിസിനസ്, അതായത് വലിയ വലിയ ബിസിനസ്മെന്നൊക്കെ പറയുന്ന എന്തുവാണോ, അവർക്ക് ഒരു കാര്യമേ ഉള്ളൂ. എന്തുവാ? സക്സസ്, വിജയം, വിജയം, വിജയം. അവർ ഏതിൽ പണം ഇട്ടാലും അവർ വിജയിക്കണം, സക്സസ് ആവണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ. അപ്പം ഇത് നേരത്തെ നമ്മളും കണ്ടതാണ്. അപ്പം ഞാൻ ഒരു 4 വാക്ക് എന്തുവാ, ഗോഡ്സ് ഗ്രേസ്, ഹെൽത്ത്, വെൽത്ത്, സ്പിരിച്വൽ ഗ്രോത്ത്, സക്സസ്, 5 കിടക്കാൻ പോകുന്നതിന് മുമ്പേ ഒരു 10 പ്രാവശ്യം പറയുക. രാവിലെ ഉണർന്ന ഉടനെ 10 പ്രാവശ്യം പറയുക. വേറെ ഒന്നും പറയണ്ട. ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ഓഫ് മൈ സബ് കോൺഷ്യസ് മൈൻഡ്, കേള്, നീ ഇതെനിക്കൊക്കെ വാങ്ങിച്ച് താ, ഇതൊക്കെ കൊണ്ടുതാ എൻ്റെ ജീവിതത്തിൽ, അതൊന്നും വേണ്ട. നമ്മൾ കാമായിട്ടിരിക്കുമ്പോൾ നമ്മളടുത്ത് ഈ വാക്കുകൾ മാത്രം തിരിച്ചും പറയുക. എന്തൊക്കെയാണ്? ഗോഡ്സ് ഗ്രേസ്, അതാണ് എല്ലാത്തിലും പ്രധാനം. എന്നെ സംബന്ധിച്ചവരെ കാശോ ബാക്കി ഈവൻ ഹെൽത്ത് കൂടെ സെക്കൻഡറിയാണ്. പ്രൈമറി എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് നമുക്ക് വേണ്ടുന്നത് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം. എന്താണെന്ന് വെച്ചാൽ, ഇഫ് ഗോഡ് ഈസ് വിത്ത് യു, ഹൂ ക്യാൻ ബി അഗെൻസ്റ്റ് യു? ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ ആരും നമ്മളെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മളുടെ വീട്ടിൽ നമ്മളാണ് രാജാവ്. ഓക്കെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളാണ് രാജാവ്. എന്നുവെച്ചാൽ നമുക്ക് ആ ദൈവാധീനമുണ്ട്. അപ്പോൾ ദൈവാധീനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല. പക്ഷെ എന്നും അതിന് ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദി പറയുക. ഓക്കെ, ആ ഗ്രാറ്റിറ്റ്യൂഡും ഹോപ്പനോപ്പനോ മെത്തേഡും ഇതൊക്കെ നമുക്ക് സദാ സർവ്വകാലം മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഈ ഹോപ്പനോപ്പനോയെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നേരത്തെ. അതൊക്കെ കുറച്ചുകൂടെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ പോയി നോക്കുക. അതെല്ലാം നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പം ഗോഡ്സ് ഗ്രേസ്, ഹെൽത്ത്, വെൽത്ത്, സ്പിരിച്വൽ ഗ്രോത്ത്. നമ്മൾ ആത്മീയതയിലാണ് ഇരിക്കുന്നത്. എങ്ങനെയൊക്കെ വഴികളിൽ നമുക്ക് മുക്തി നേടി പോകാമെന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു റിസർച്ച്, ഗവേഷണം. ഓക്കെ, അതിനാണ് പല ബുക്ക് പഠിക്കുന്നു, പലത് പറയുന്നത് കേൾക്കുന്നു. അത് ചെയ്താൽ കൊള്ളാം, ഇത് ചെയ്താൽ കൊള്ളാം, ഏത് സാധന ചെയ്താൽ നമുക്ക് വിമോചനം കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്, ഇല്ലേ? അപ്പം സ്പിരിച്വൽ ഗ്രോത്തും സക്സസ് ഇൻ ആൾ, ഇതാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഈ ബിസിനസ്മെന്നൊക്കെ അവരുടെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് ഒരു വാക്കേ പറയത്തുള്ളൂ: സക്സസ്, സക്സസ്, സക്സസ്. വിജയിക്കണം, വിജയിക്കണം, വിജയിക്കണം. എന്നുവെച്ചാൽ ഏതിൽ പൈസ ഇട്ടാലും, ഏതിൽ പണം മുടക്കിയാലും, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലും അതെനിക്ക് തിരിച്ച് 10 മടങ്ങായിട്ട് തിരിച്ച് കിട്ടണം. അതാണ് സക്സസ്. സോ ഒരു ബിസിനസ്മെന്നെ സംബന്ധിച്ചവർ അതാണ് സക്സസ്. പക്ഷേ ആ ബിസിനസ്മെന്നും വെറും ബിസിനസ്സല്ല അവൻ്റെ ജീവിതം. അവനൊരു കുടുംബം കാണും, അവനൊരു ഭാര്യയെ കാണും, കുഞ്ഞുങ്ങൾ കാണും, ഇൻലാസ് കാണും, പേരൻസ് കാണും, അങ്കിൾ ആൻറ്റി കാണും. ഒരുത്തനും നോ മാൻ ഈസ് ആൻ ഐലൻഡ്. ഐലൻഡ് എന്ന് വെച്ചാൽ ഒരു ഐലൻഡായിട്ട് ഒറ്റയ്ക്ക് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളെ ചുറ്റി എപ്പോഴും ആൾക്കാരുണ്ട്, ആൾക്കാർ വേണം താനും. ആൾക്കാർ ഒരു ശക്തിയാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ അവരുടെ കൂടെ അതാണ് പറഞ്ഞ് താമരയിലയിലെ വെള്ളം പോലെ. താമരയിലയിൽ ഒരു ഡ്രോപ്പ് വെള്ളം ഒരു മുത്തിൻ്റെ കൂട്ട് കിടക്കും. അത് ഇല ആട്ടുമ്പോൾ അതിങ്ങനെ കടന്ന് ഓടും, എവിടെയും നിൽക്കത്തില്ല. പക്ഷേ അത് എന്തുകൊണ്ട് കടന്ന് ഓടാൻ പറ്റുന്നു എന്ന് വെച്ചാൽ താമര ഇലയോട് അതിന് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. താമര ഇലയുടെ മേളിലാണ് ഇരിക്കുന്നത് ആ ഡ്രോപ്പ്, വാട്ടർ ഡ്രോപ്പ്. അതേ സമയത്ത് എവിടെയും ഒട്ടിപ്പിടിക്കുന്നില്ല. അതുകൊണ്ട് അതിങ്ങനെ ഓടി 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 അതിന് ഇരിക്കാൻ പറ്റുന്നു. അതുപോലെ വേണം നമ്മളും ഇരിക്കാൻ. നമുക്ക് എല്ലാവരും വേണം. ആരെയും നമ്മൾ വെറുക്കരുത്, ആരെ കൊണ്ട് നമ്മളെ വെറുപ്പിക്കരുത്.
ഓക്കെ, നമ്മൾ എല്ലാവർക്കും ഇണങ്ങി നല്ല രീതിയിൽ ജീവിക്കണം. അതേ സമയത്ത് ആരുടെ കൂടെയും ഒരുപാട് ഡീപ്പായിട്ട് അങ്ങ് അലിഞ്ഞ് ചേരുന്ന രീതി ഇനി നമുക്ക് ആവശ്യമില്ല. ഓക്കെ, എല്ലാവരുടെ കൂടെയും സ്നേഹമായിട്ടിരിക്കണം, എല്ലാവരുടെ കൂടെയും സന്തോഷമായിട്ടിരിക്കണം. നമുക്ക് എല്ലാവരും വേണം. അതേ സമയത്ത് 50-50 അറ്റാച്ച്മെൻറ്റ്, 50 ഡിറ്റാച്ച്മെൻറ്റ്. ഇപ്പോൾ അവർ ഉള്ളപ്പം ഹാപ്പി ആയിട്ടിരിക്കും. അവരില്ലെങ്കിൽ കരയാൻ തുടങ്ങരുത്. അയ്യോ അവരില്ലല്ലോ, ഞാനിനി ഇന്ന് എന്ത് ചെയ്യും, ഞാനിനി എന്തോ ചെയ്യും, അടുക്കളയിൽ എന്ത് ചെയ്യും, അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് കൂട്ടാൻ വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ അതാണ് വേണ്ടെന്ന് പറയുന്നത്. അവരുണ്ട്, സന്തോഷമായിട്ടിരിക്കുക. അതേസമയത്ത് ആരും ഇല്ലയോ, അപ്പോഴും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ അറിയണം. ഓക്കെ, സോ അപ്പം ഒരു ബിസിനസ് മാനിന് സക്സസ് എന്ന് പറഞ്ഞ് എന്തോ തന്നെ സക്സസ് ആണെങ്കിലും അവന് വെറും ബിസിനസ്സിൽ സക്സസ് ആയതുകൊണ്ട് കാര്യമില്ല. എന്നുവെച്ചാൽ അവന് കുടുംബവും കുട്ടികളും ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ട്, അമ്മയും അച്ഛനും എല്ലാം അവരും ഇവരും എല്ലാവരും ഉണ്ട്. അപ്പം അവരുടെ കൂടെയും ഒത്തുപോകാൻ അവന് അറിയണം. അപ്പം ഒരു മേഖലയിലല്ല സക്സസ്, നമ്മൾ കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും നമുക്ക് വിജയം വേണം, നമ്മൾ വിജയിക്കണം. ഓക്കെ, അങ്ങനെ വിജയിക്കാൻ നമ്മൾക്ക് ഏതിനെയാണ് നമുക്ക് ഒരു പാർട്ട്ണറായിട്ട് ഒരു പങ്കാളിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു സംഗതി നമ്മുടെ കയ്യിലുണ്ട്. എന്തുവാ അത്? നമ്മളുടെ ഉപബോധ മനസ്സ്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം തിരിച്ചും പറയാം. ബൈ ഡേ ഇൻ ആൻഡ് ബൈ ഡേ ഔട്ട്, ബൈ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഐ എം പ്രോസ്പേർഡ് ഇൻ ഓൾ മൈ ആക്ടിവിറ്റീസ്, ഇൻ ഓൾ മൈ എൻഡവേഴ്സ്. ഞാൻ എന്തൊക്കെ കാര്യങ്ങളിൽ വിചാരിക്കുന്നോ മനസ്സിരുത്തുന്നോ ആ കാര്യങ്ങളെല്ലാം വിജയിക്കണം. ഇത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിലും ഒടുക്കം നിങ്ങൾക്ക് ഇതിനെ ഒന്ന് ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം 10-15 പ്രാവശ്യം ഇത് പറയാം. ബൈ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്, അതായത് നേരം വെളുത്ത് ഇരുട്ടുന്നവരെ, ഉറങ്ങുന്നവരെ, ഉറങ്ങുമ്പം എല്ലാ സമയത്തും ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഐ എം പ്രോസ്പേർഡ് ഇൻ ഓൾ മൈ എൻഡവേഴ്സ്. ഞാൻ എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നോ അതിലെല്ലാം എനിക്ക് വിജയമാണ്. എല്ലാത്തിലും എനിക്ക് അബണ്ടൻസ് ഉണ്ട്. പ്രോസ്പേർഡ്, അബണ്ടൻസ്, നല്ല രീതിയിൽ അത് എന്നെക്കൊണ്ട് അതിൽ ശോഭിക്കാൻ പറ്റുന്നു. ഞാൻ കൈവയ്ക്കുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം എനിക്ക് വിജയിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ എന്ത് പറയും? ബൈ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഐ എം പ്രോസ്പേർഡ് ഇൻ ഓൾ മൈ activities, in all my actions, in all my thoughts, in all my words, in all my endeavors എന്ന് പറയുക. ഓക്കെ, ശ്രമിക്കൂ, എല്ലാം നമുക്ക് നന്നായി വരും. നമ്മളുടെ ചിന്തന എങ്ങനെയോ അങ്ങനെ, ആസ് ഇൻ വിതിൻ ആസ് ഔട്ട്, ഇല്ലയോ? നമ്മളുടെ ചിന്ത എങ്ങനെയുണ്ടോ, നമ്മളുടെ സംസാരം എങ്ങനെയുണ്ടോ, അതുപോലെ നമുക്ക് ജീവിതം വെളിയിലും പരിമളിക്കും. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു ചാപ്റ്റർ കാണാം, പുതിയ ഒരു ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, താങ്ക് യു.